ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹൃതിക മാഡം അല്ല അപൂർവ ജീവിയാണ്. വല്ല ജലകന്യകയോ മാറ്റോ? അവന്റെ ഓരോ ന്യായീകരണങ്ങള്. എടാ, നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവോ? നിന്റെ കൂടെ പുറത്തെ പെണ്ണെന്നല്ലേ എല്ലാരും പറയൂ. സാറിന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് കണ്ട ആരെങ്കിലും ഒരുത്തന ആ കുട്ടിയെ കെട്ടിയേക്കാം. സ്വത്തെല്ലാം കൈക്കലാക്കി അവനാ കുട്ടിക്ക് സ്വസ്ഥത കൊടുക്കോ? നിന്റെ പേര് പറഞ്ഞ ആ കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കും. ഒടുവില് കുക്കർ പൊട്ടിത്തെറിച്ചോ ഗ്യാസ് തീ പിടിച്ചോ ആ ജീവിതം അവസാനിക്കും. ആ കുട്ടിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി നീയായിരിക്കും. സ്വസ്ഥമായ മനസ്സോടെ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന മറ്റൊരു മനുഷ്യനുണ്ട്, വർമ്മ സാറ്. അദ്ദേഹത്തിന്റെ മനസ്സുകൂടി നീ വേദനിപ്പിക്കും. ആ കുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. നീ അത് ചെയ്തില്ലെങ്കിൽ നിന്റെ ജാതക വിധിയെന്നേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം. ചേച്ചി എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. ഞാൻ കരഞ്ഞ കാര്യം അപ്പൊ ആരോടും പറയണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കരയുന്നത് എന്റെ ചേച്ചിയാ. എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ? അത് മാത്രല്ല, ചേച്ചിയുടെ സങ്കടത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവണ്ടേ? നാളെ തന്നെ പറയണം കേട്ടോ. ശരിയമ്മേ. എന്താ ഇവിടെ രണ്ടുപേരും കൂടി? ഒന്നുമില്ല അമ്മമ്മേ, ഞങ്ങള് അങ്ങനെയല്ല. ചേച്ചി ഒറ്റയ്ക്കിരുന്ന് കരയായിരുന്നു, ഞാൻ കണ്ടതാ. എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചപ്പോ ഒന്നും പറയുന്നുമില്ല. കരയേ? എന്താ ഇത്? എന്താ കാര്യം? എന്താ മോളെ? ഒന്നുമില്ല ചെറിയമ്മേ. ഒന്നുമില്ലെങ്കിലും മോള് കരഞ്ഞത് എന്തിനാ? എന്താ പ്രശ്നം തുറന്നു പറയും മോളെ, നമുക്ക് വഴിയുണ്ടാക്കാം. മോളെ, അമ്മൂമ്മ ചോദിക്കുന്ന കേട്ടില്ലേ? അമ്മമ്മയോട് സത്യം പറയേ. പറയേ ചേച്ചി. രാജു ഈ കല്യാണം നടക്കില്ലെന്ന് രാജു പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞോ? അതെന്താ കാര്യം? അകലേ നോവിനാലേ